വിജയിന്റെ തൊപ്പി വേഷകെട്ടൽ ഏറ്റില്ല. സിനിമയിൽ അഭിനയിച്ചപ്പോൾ മുസ്ലിങ്ങൾ രാക്ഷസന്മാരും പിശാചുക്കളും ഒക്കെ ആയിരുന്നു. എന്നാൽ വിജയ് രാഷ്ട്രീയത്തിൽ വന്നപ്പോൾ വോട്ട് ബാങ്കിനായി തൊപ്പിയിട്ടതും നിസ്കരിച്ചതും വെറുതെ ആയിരിക്കുകയാണ്. വിജയന് പണി കൊടുത്തത് ഇഫ്താർ. സിനിമകളിൽ മുസ്ലിങ്ങളെ മോശക്കാരായി ചിത്രീകരിച്ചത് മാത്രമല്ല, കുടിയന്മാർക്കായി വിജയ് ഇഫ്താർ നടത്തിയെന്നും ആരോപണം. തമിഴ്നാടനും TVK പാർട്ടി അധ്യക്ഷനുമായ വിജയ്ക്കെതിരെ ഫത്വ പുറപ്പെടുവിച്ച് അഖിലേന്ത്യാ മുസ്ലിം ജമാഅത്ത് അധ്യക്ഷൻ മൗലാന ഷഹാബുദ്ദീൻ റസ്വി. പ്രധാനമായും 2 കാരണങ്ങൾ ചൂണ്ടിക്കാട്ടിയാണ് വിജയ്ക്കെതിരെ നടപടി. നടന്റെ സിനിമകളിൽ മുസ്ലിങ്ങളെ മോശമായി ചിത്രീകരിക്കുന്നുണ്ട് എന്നതാണ് ഒരു കാരണം. മറ്റൊന്ന്, വിജയ് നടത്തിയ ഇഫ്താർ പാർട്ടിയിൽ കുടിയന്മാർ ഉണ്ടായിരുന്നു എന്നതാണ്. ഈ 2 കാര്യങ്ങൾ ചൂണ്ടിക്കാട്ടിയാണ് സംഘടനയുടെ നടപടി. ചഷ്മി തരുൾ ഇഫ്തയുടെ പ്രധാന മുഫ്തി കൂടിയാണ് ഫത്വ പുറപ്പെടുവിച്ച ഷഹാബുദ്ദീൻ റസ്വി. ഇഫ്താർ ചടങ്ങിൽ മദ്യപാനികളെയും ചൂതാട്ടക്കാരെയും സത്കരിക്കുന്നത് തെറ്റാണ് എന്നും ഇസ്ലാമിൽ നിയമവിരുദ്ധമാണെന്നും മതനേതാവ് പറഞ്ഞു. തമിഴ്നാട്ടിലെ മുസ്ലിങ്ങൾ വിജയെ പോലെയുള്ളവരെ വിശ്വസിക്കരുത് എന്നും മതപരിപാടികൾക്ക് ക്ഷണിക്കരുതെന്നും അകറ്റി നിർത്തണമെന്നും മൗലാന റസ്വി ആവശ്യപ്പെട്ടു. ബീസ്റ്റ് എന്ന സിനിമയിൽ മുസ്ലിങ്ങളെ കുറ്റവാളികളായാണ് ചിത്രീകരിച്ചത്. മുസ്ലിം സമൂഹം മുഴുവൻ ഭീകരവാദത്തെ പ്രോത്സാഹിപ്പിക്കുന്നു എന്ന രീതിയിലായിരുന്നു സിനിമ. മുസ്ലിങ്ങളെ രാക്ഷസന്മാരായും പിശാചുക്കളായും ഇളയ ദളപതി കാണിച്ചു. പക്ഷേ രാഷ്ട്രീയത്തിലേക്ക് കടന്നപ്പോൾ വിജയന് മുസ്ലിങ്ങളെ വേണം, കാരണം വോട്ട് വേണം. അതിനായി മുസ്ലിം പ്രീണനമാണ് ഇപ്പോൾ കാണിക്കുന്നതെന്നും നടനെതിരെ മൗലാന വിമർശനമുയർത്തി. ഇഫ്താർ ചടങ്ങിന് കുടിയന്മാരെ ക്ഷണിച്ചു വരുത്തി പരിപാടിയുടെ പവിത്രത നശിപ്പിച്ച വിജയ്ക്കെതിരെ സുന്നി മുസ്ലിങ്ങൾ പോലീസിൽ പരാതി നൽകിയിട്ടുണ്ടെന്നും മൗലാന പറഞ്ഞു. മുസ്ലിങ്ങൾ നടനെ പിന്തുണയ്ക്കരുതെന്നും ആവശ്യപ്പെട്ടിട്ടുണ്ട്. വിജയ് രാഷ്ട്രീയ പാർട്ടി രൂപീകരിച്ച് മുസ്ലിങ്ങളുമായി ബന്ധം സ്ഥാപിക്കുമ്പോൾ തന്നെ തന്റെ സിനിമകളിൽ തീവ്രവാദികളായി മുസ്ലിങ്ങളെ നിഷേധാത്മകമായി ചിത്രീകരിക്കുകയാണെന്നും പറഞ്ഞു. ഇതിനു പുറമെ അദ്ദേഹം നടത്തിയ ഇഫ്താർ വിരുന്നിൽ ചൂതാട്ടക്കാരെയും മദ്യപന്മാരെയും ക്ഷണിച്ചിരുന്നു. അക്കാരണങ്ങളാൽ തന്നെ അദ്ദേഹത്തോട് മുസ്ലിം സമുദായത്തിന് വലിയ വിദ്വേഷമുണ്ട് എന്നും അതുകൊണ്ട് മുസ്ലിങ്ങൾ നടനൊപ്പം നിൽക്കരുത് എന്നുമാണ് ഫത്വ. മുസ്ലിം സമൂഹത്തിൽ നിന്നുള്ള ഭീഷണികൾ ചൂണ്ടിക്കാട്ടി വിജയും അദ്ദേഹത്തിന്റെ പാർട്ടിയും കേന്ദ്രത്തിൽ നിന്ന് Y കാറ്റഗറി സുരക്ഷ ആവശ്യപ്പെട്ടുവെന്ന് നേരത്തെ ആരോപണങ്ങൾ ഉയർന്നിരുന്നു. വിജയ് നായകനായ കത്തി, ബീസ്റ്റ് സിനിമകളിൽ മുസ്ലിങ്ങളെ മോശമായി കാണിച്ചതിനാൽ മുസ്ലിങ്ങളിൽ നിന്ന് നടന് ഭീഷണി നേരിടേണ്ടി വരുമെന്ന് വിജയും TVKയും കരുതുന്നു. അതുകൊണ്ട് ആഭ്യന്തര മന്ത്രാലയത്തിൽ നിന്ന് സംരക്ഷണം തേടിയതായി VCK വക്താവ് വണ്ണി അരസു പറഞ്ഞു. അതേസമയം TVKയും സഖ്യകക്ഷിയായ തമിഴ്നാട് മുസ്ലിം ലീഗും ഈ അവകാശവാദങ്ങൾ തള്ളുകയാണ്. മുസ്ലിങ്ങൾക്കും TVKയ്ക്കും ഇടയിൽ വിള്ളൽ സൃഷ്ടിക്കാൻ DMKയും സഖ്യകക്ഷികളും നടത്തിയ രാഷ്ട്രീയ തന്ത്രമാണിതെന്നാണ് അവർ പറയുന്നത്. ഒരു ദിവസത്തെ റംസാൻ വ്രതം അനുഷ്ഠിച്ചാണ് ആരാധകരുടെ ദളപതി ഇഫ്താർ വിരുന്നൊരുക്കിയത്. വിജയ് ഇഫ്താറിന് മുൻപുള്ള പ്രാർത്ഥനയിലും പങ്കെടുത്തിരുന്നു. തൊപ്പി ധരിച്ച് തൂവെള്ള വസ്ത്രധാരിയായി വിജയ് ഇഫ്താർ ചടങ്ങിന് ആതിഥേയത്വം വഹിച്ച ചിത്രങ്ങൾ സോഷ്യൽ മീഡിയയിൽ വൈറലായിട്ടുണ്ട്. YMCA ഗ്രൗണ്ടിൽ നടന്ന ഇഫ്താർ വിരുന്നിൽ 15ഓളം പള്ളികളിലെ ഇമാമുമാർക്കും ക്ഷണം ലഭിച്ചിരുന്നു. ഇതുകൂടാതെയാണ് 3000-ലേറെ ആളുകൾ ചടങ്ങിൽ പങ്കെടുത്തത്. തമിഴക വെട്രി കഴകം രൂപീകരിച്ചതിനു പിന്നാലെ അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പിൽ മത്സരത്തിന് ഇറങ്ങുമെന്നും താരം നേരത്തെ പ്രഖ്യാപിച്ചിരുന്നു. ചെന്നൈയിൽ നിന്നുള്ള ഒരു മുസൽമാന്റെ അഭ്യർത്ഥന പ്രകാരമാണ് വിജയ്ക്കെതിരെ ഫത്വ പുറപ്പെടുവിച്ചിരിക്കുന്നത്. വിജയുമായി ഒരു അടുപ്പവും പാടില്ലെന്നും വിശ്വസിക്കരുതെന്നും ഇസ്ലാമിനെ മോശമായി ചിത്രീകരിച്ച വ്യക്തിക്ക് ഒരു പിന്തുണയും പാടില്ല എന്നും ഫത്വയിൽ വിശദീകരിക്കുന്നുണ്ട്. ന്യൂസ് ഡെസ്ക് കർമാനസ്.